ദിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ഫ്രൈ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ്, സവാള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ കൊത്തിയത്, പച്ചമുളക് കീറിയത്, കറിവേപ്പില, കടുക് 1 ടീസ്പൂൺ, കോക്കനട്ട് ഓയിൽ, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല. ആദ്യം നമുക്ക് ബീഫ് വേവിക്കാം. അതിനായി ഒരു കുക്കറിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടയ്ക്കാം. പ്രഷർ വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 വിസിൽ വരെ വേവിക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കാം. ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കാം. ബീഫ് നന്നായി ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.